ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. കുറേ പാക്ക് കൊണ്ടോ അല്ലെങ്കിൽ എണ്ണ ഉപയോഗിച്ചുകൊണ്ടോ മാത്രം നമ്മുടെ മുടി വളരണമെന്നില്ല. ഭക്ഷണ കാര്യത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ മുടി വളർച്ച കൂട്ടാനും അതോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള 2 കിഡിലായിട്ടുള്ള ജ്യൂസാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യത്തെ ജ്യൂസ് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ക്യാരറ്റാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ബീറ്റ്റൂട്ടാണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരാൾക്ക് കുടിക്കാനുള്ള അളവിലാണ്. നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവ് കൂട്ടിയിട്ടും കുറച്ചിട്ടും ഒക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി ഇത്രയൊന്നും വേണ്ട കേട്ടോ. നമുക്ക് ഈ ഒരു വലുപ്പത്തിലൊരു ക്യാരറ്റും ഒരു ബീറ്റ്റൂട്ടിൻ്റെ പകുതിയും മാത്രം മതി. ഇനി നന്നായിട്ട് അത് കഴുകി വൃത്തിയാക്കി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ ഗ്രേറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ബീറ്റ്റൂട്ടിലുള്ള വൈറ്റമിൻ സി, അയൺ നമ്മുടെ ഹെയർ ഗ്രോത്ത് ഒക്കെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാനും അതോടൊപ്പം തന്നെ മുടി കൊഴിച്ചിൽ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കും. ക്യാരറ്റിലുള്ള വൈറ്റമിൻ എ, സി, അതേപോലെ തന്നെ ബയോട്ടിൻ, പൊട്ടാസ്യം ഇത് നമ്മുടെ മുടി വളർച്ച കൂട്ടാൻ വേണ്ടിയിട്ട്, മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ മുടിക്ക് നല്ല ഷൈനിങ് തരാൻ വേണ്ടിയിട്ടും മുടിയുടെ ടെക്സ്ചറൊക്കെ നന്നായിട്ട് മാറ്റാനായിട്ട് സഹായിക്കും. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള നെല്ലിക്കയാണ്. അപ്പോൾ നല്ല വലിപ്പമുള്ള ഒരു നെല്ലിക്ക എടുക്കാനായിട്ട് നോക്കുക. ഇനി ഇതൊന്ന് ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്യും. ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ഇതുപോലൊരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീറ്റ്റൂട്ടും ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നെല്ലിക്കയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് ഇതിനൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ജ്യൂസ് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇത് നിങ്ങൾക്ക് അരിക്കാതെ കുടിക്കാനായിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അരിച്ചിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇനി ഇത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമ്മൾ വേറെ പഞ്ചസാരയോ ശർക്കരയോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. ഒട്ടും തന്നെ കുടിക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് തേൻ ചേർത്തിട്ട് കുടിക്കാവുന്നതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ജ്യൂസ് ഏതാണെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഇഞ്ചിയാണ്. അതേപോലെ തന്നെ വേണ്ടത് 2 തണ്ട് കറിവേപ്പില. ഇത്ര വലിയ പീസ് ഇഞ്ചിയൊന്നും വേണ്ടത്. ഈ കാണുന്ന ഇതിലുള്ള ചെറിയൊരു പീസ് ഇഞ്ചി മാത്രം മതി. അതോടൊപ്പം തന്നെ 2 ചുവന്നുള്ളി എടുക്കാം. ഇനി ഇതിലേക്ക് നല്ല വലിപ്പത്തിലുള്ള ഒരു നെല്ലിക്ക ഇതേപോലെ ചെറുതാക്കിയിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അതോടൊപ്പം തന്നെ ഇഞ്ചിയും ചുവന്നുള്ളിയും ഇതേ രീതിയിൽ ചെറുതാക്കി അരിഞ്ഞെടുക്കുക. കറിവേപ്പിലയുടെ തണ്ടും ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും കറിവേപ്പില, ഇഞ്ചി അതോടൊപ്പം തന്നെ നെല്ലിക്കയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൽ ചേർത്തിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ മുടി കൊഴിച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട്, അകാലനര ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ഹെയർ ഗ്രോത്ത് ഒക്കെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, മുടിക്ക് നല്ല തിളക്കം കിട്ടാനൊക്കെ ആയിട്ട് സഹായിക്കുന്ന സാധനങ്ങളാണ്. ഇനി നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മോരാണ്. ഒന്നെങ്കിൽ മോര്, അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തൈരായാലും കുഴപ്പമില്ല. നന്നായിട്ട് ഒരു പേസ്റ്റ് പോലെ ഇതിനൊന്ന് അരച്ചെടുക്കാം. ഇനി തൈരിന് പകരമായിട്ട് നമ്മൾ വെള്ളമോ വേറെ ഒന്നും ചേർക്കരുത്. തൈര് മാത്രം എടുക്കാനായിട്ടും ശ്രദ്ധിക്കണം. ഇനി ഇത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഈ ഒരു ജ്യൂസ് ഇങ്ങനെ കട്ടിയിൽ കുടിക്കാൻ ചിലവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ളവർക്കാണെങ്കിലും അല്ലാത്തവർക്കാണെങ്കിലും ഈ ഒരു ഗ്ലാസിൻ്റെ 1/4 ഭാഗത്തോളം നമ്മൾ അരച്ചെടുത്ത ഒരു പേസ്റ്റ് ഉണ്ട്. ബാക്കി 3/4 ഭാഗത്തോളം നമ്മൾ തൈരോ മോരോ എന്താ വെച്ചാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഈ ഒരു ജ്യൂസിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഈ 2 ജ്യൂസും നമുക്ക് എപ്പോൾ വേണമെങ്കിലും കുടിക്കാം കേട്ടോ. നമുക്ക് കാലത്ത് ഭക്ഷണം കഴിച്ചതിന് ശേഷം, അതേപോലെ തന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷമായാലും, ഇനി രാത്രി കിടക്കാൻ പോകുന്നതിന് മുൻപായിട്ടും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കുടിക്കാവുന്നതാണ്. ഈ ഒരു 2 ജ്യൂസായാലും നമുക്ക് ഡെയിലി കുടിക്കേണ്ട ആവശ്യമില്ല. ഒന്നിടവിട്ട ദിവസങ്ങളിൽ വെച്ചിട്ട് ഓരോന്ന് കുടിച്ചാൽ മതി. ഇത് നമ്മുടെ മുടി വളർച്ച കൂട്ടാൻ വേണ്ടി മാത്രമല്ല കേട്ടോ, നമ്മുടെ സ്കിൻ ടോണൊക്കെ നന്നായിട്ട് ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ട്, മുഖക്കുരു അതേപോലെ തന്നെ മുഖക്കുരു വന്ന പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഫുൾ ബോഡി നന്നായിട്ട് ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളിയായിട്ടുള്ള 2 ജ്യൂസുകളാണ് കേട്ടോ ഇത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. ഒരു മാസമെങ്കിലും നിങ്ങൾ കറക്റ്റായിട്ട് ഇതൊന്ന് ഫോളോ ചെയ്യുക കേട്ടോ. പിന്നെ ആദ്യം പറഞ്ഞ പോലെ ആദ്യത്തെ ജ്യൂസിൽ നമ്മൾ പഞ്ചസാര ഒന്നും ചേർക്കരുത്. പിന്നെ ഈ രണ്ടാമത്തെ കുടിക്കുന്ന ജ്യൂസിൽ ചെറുതായിട്ടൊരു പുളിപ്പുണ്ടാവും കേട്ടോ. കുഴപ്പമില്ല, നമുക്ക് ഉപ്പൊക്കെ ഇട്ടിട്ട് വരുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണിത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി, യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നു വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടും മറക്കരുത്.